നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ മികവ് 2026 നടന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. എസ് എൻ ട്രസ്റ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി EG ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വ്യവസായിയും CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഖ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ പ്രതിഭകളെ ആദരിച്ചു. പ്രിൻസിപ്പൽ ജയാബിനി GSB, ഹെഡ്മിസ്റ്റസ് സുനിത, വാർഡ് മെമ്പർ അംബിക, വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, സ്റ്റാഫ് സെക്രട്ടറി KR രഘുരാമൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. അതിനുമപ്പുറത്തെയോ ഏറ്റവും വലിയ കാര്യമാണ് നന്നായി ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത്. ഇന്ന് ഈ സദസ്സിൽ ഇരിക്കുന്ന കുട്ടികളെ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന്, പബ്ലിക് എക്സാമിനേഷൻ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഉന്നത വിജയം നേടി. ഉന്നത വിജയം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും A+ നേടിയ ഹയർ സെക്കൻഡറിയിലെ 28 കുട്ടികൾ സമ്മാനാർഹരായിട്ടൂടെ ഇരിക്കുന്നുണ്ട്. 19 കുട്ടികൾ നേരിയ വ്യത്യാസത്തിന് ഒരു വിഷയത്തിന് മാത്രമായിട്ട് A+ നഷ്ടപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ SSLCക്കും 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടിയിട്ടുണ്ട്. 4 കുട്ടികൾക്ക് നേരിയ മാർജിനിൽ A+ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ A+ കിട്ടുന്നത്? A+ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കിട്ടിയതാണോ? അല്ല. അവർ പഠിപ്പിച്ച ക്ലാസ്സിലെ ഏറ്റവും നല്ല കേൾവിക്കാരായിരുന്നു. അവരുടെ അധ്യാപകർ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് അക്ഷരം തെറ്റാതെ സദാ ജാഗരൂകമായ മനസ്സുമായിട്ട് അധ്യാപകരെ ഫോളോ ചെയ്ത ആളുകളായി അവർ നല്ല കേൾവിക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് A+ കിട്ടിയത്. മറ്റു കുട്ടികൾ ഇങ്ങനെ ക്ലാസ്സിനകത്തൊക്കെ ഇരുന്ന് കലവിലയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഓരോ ടീച്ചർമാരും സംസാരിക്കുന്നത് അവർ സദാ അവരുടെ സമയത്തിന് വലിയ വില കൊടുത്ത് കേട്ടിരുന്നു. മറ്റുള്ളവരും മിടുക്കരാണ്, A+ കിട്ടാത്തവരും മിടുക്കരാണ്.